അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ളവരെ, യൂണിറ്റ് 2 ഖുതുബത്തു ഖുസ്ബിൻ സായിദ അൽ ഇയാദി. ഖുസ്ബിൻ സായിദ് അൽ ഇയാദിയുടെ പ്രസംഗം ആ ഭാഗവുമായി ബന്ധപ്പെട്ടതാണ് ഈ രണ്ടാമത്തെ യൂണിറ്റിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. നമുക്ക് നോക്കാം. തുമസ്സിലുൽ ഖുതബുൽ ജാഹിലിയ ജുസ്അൻ മുഹിമ്മൻ മിനത്ത് തുറാസിൽ അദബിൽ അറബി. അറബി സാഹിത്യത്തിലെ പൈതൃകത്തിലെ പ്രധാന ഭാഗമാണ്, പാർട്ടാണ് ജാഹിലിയ കാലഘട്ടത്തിലെ ഖുതുബ എന്നുള്ളവ നിർവഹിക്കുന്നത്. ഫഹിയ തഅക്കിസു ഉസ്ലൂബ തഫ്കീർ, ചിന്താശൈലിയെ അവ പ്രതിഫലിപ്പിക്കുന്നു. വ മദാഹിർ അൽ ഹയാത്ത് അൽ ഇജ്തിമാഇയ്യ, സാമൂഹിക ജീവിതത്തിൻ്റെ പ്രതിഭാസങ്ങളെയും, വദ്ദീനിയ, മതപരമായ, വൽ ഇഖ്തിസാദിയ, സാമ്പത്തികമായിട്ടുള്ള, ലിൽ അറബ്, അറബികളുടെ, ഖബൽ അൽ ഇസ്ലാം, ഇസ്ലാമിന് മുമ്പുള്ള അവരെ ഈ മേഖലയൊക്കെ ഉൾക്കൊള്ളുന്നതായിരുന്നു അന്നത്തെ ഖുതുബ. തഹ്മിലു ഹാദിഹിൽ ഖുതബ്, ഇത്തരം പ്രസംഗങ്ങൾ വഹിക്കുന്നുണ്ട്, ഫി തൊയ്യാത്തിഹ, അതിൻ്റെ ഉള്ളുകളിൽ, റുഇയ അമീഖ, ആഴമേറിയ ചില കാഴ്ചപ്പാടുകൾ, ലിൽ ഇൻസാൻ, മനുഷ്യനെ പറ്റി, വൽ കൗന്, പ്രപഞ്ചത്തെപ്പറ്റി, വതുബരിസുൽ മഹാറാത്തിൽ ബലാഗിയ വൽ ഖിതാബിയ, അതോടൊപ്പം തന്നെ പ്രസംഗത്തിൻ്റെയും അതേപോലെ സാഹിത്യത്തിൻ്റെയും പല നിലക്കുള്ള മഹാറകൾ, പല നിലക്കുള്ള സ്കില്ലുകൾ പ്രകടമാക്കുന്നതായിരുന്നു. അലത്തിഷ്തഹറ ബിഹൽ അറബ്, അറബികൾ പ്രസിദ്ധിയാർജിച്ചിട്ടുള്ള മയജഅലു ദിറാസതഹ ദറൂറിയത്തൻ, എത്രത്തോളം അവ പഠിക്കുക എന്നുള്ളത് അനിവാര്യമായി തീർന്നു. ലിഫഹ്മി മലാമിഹത്തിൽ കൽഫത്ര, ആ കാലഘട്ടത്തിൻ്റെ പ്രതിഭാസത്തെ തിരിച്ചറിയുവാനും, വത്തഅ്സീറാത്തില്ലത്തി സാഹമത്ത് ഫി തശ്കീലി ഹുവിയ്യ സഖാഫിയൽ അറബിയ, അറേബ്യൻ സംസ്കാരത്തിൻ്റെ ഐഡൻറ്റിറ്റി രൂപപ്പെടുത്തുന്നതിൽ സഹായിക്കുന്ന നിലക്കുള്ള സ്വാധീനത്തെയും ആ കാലഘട്ടത്തെയും അതിൻ്റെ പ്രതിഭാസങ്ങളെയും മനസ്സിലാക്കാൻ അത് പഠിക്കൽ അനിവാര്യമായി തീരുന്നു. അൽ ഖുതബുൽ ജാഹിലിയ, ജാഹിലിയ കാലഘട്ടത്തിലെ ഖുത്ബകൾ തുഅദ്ദു, അവ കണക്കാക്കപ്പെടുന്നു, മദ്രസ ബലാഗിയ ഖായിമ ബിദാത്തിഹ, അതൊരു സാഹിത്യത്തിൻ്റെ ഒരു മദ്രസ, ഒരു പാഠശാലയാണ്. അത് സ്വയം ഖായിമ ബിദാത്തിഹന, അത് സ്വയം ഒരു പാഠശാലയായിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്ന രൂപത്തിലെ സംഗതിയാണ് ജാഹിലിയ കാലഘട്ടത്തിലെ പ്രസംഗം എന്ന് പറയുന്നത്, പ്രസംഗങ്ങൾ എന്ന് പറയുന്നത്. എന്തുകൊണ്ട്? ഹൈസു ബറായിൽ ഖുതബാക്കൾ ബാരിയങ്ങളായിരുന്നു, അവർ നിപുണരായിത്തീർന്നു. ഫിസ്തിഖ്ദാമിൽ ലുഗ, ഭാഷ ഉപയോഗിക്കുന്നിടത്ത്, ബിഷക്കിലിൻ, ഒരു നിലക്ക്, യഅ്കിസു ഖുദ്റതഹും, അവരെ കഴിവതിൽ പ്രതിഫലിപ്പിക്കുന്നു, അല തഅ്സീരി വൽ ഇഖ്നാഇ, സ്വാധീനം ചെലുത്താനുള്ള, തൃപ്തിപ്പെടുത്താനുള്ള അവരെ കഴിവ് പ്രകടമായി കാണുന്ന ഭാഷ അവർ ഉപയോഗിച്ചിട്ടുണ്ട്. മിൻ ഖിലാലി ദിറാസതിഹ, ആ ഭാഷയെ, ആ ഖുതുബകളെ നാം പഠിക്കുന്നതിലൂടെ, അവ പഠിക്കുന്നതിലൂടെ, യുംകിനു ഫഹ്മ അൽ അസാലീബിൽ ബലാഗിയ, സാഹിത്യ ശൈലികൾ മനസ്സിലാക്കാൻ ആ ഖുതുബ പഠിച്ചാൽ മതി. വൽ ഫന്നിയ, കലയുടെ ശൈലികളെ, അൽ അറബു, അറബികൾ അവലംബിച്ചിട്ടുണ്ടായിരുന്ന ഫി ഇൽഖാഇ ഖുതബിഹിം, അവരെ പ്രസംഗം നിർവഹിക്കുന്നിടത്ത്. ഏതാണ് ശൈലികൾ? മിസ്ലു അസ്സജ്ഇ, എന്താണ് ബലാഗാരൂപം? സജ്ഇ എന്താണ്? വൽ ഈജാസ്, സംക്ഷിപ്തമായി എങ്ങനെയാണ് അവതരിപ്പിക്കുക? വ തക്റാർ, ആവർത്തനം, ഇങ്ങനത്തെ ബലാഗയുടെ ഇനങ്ങൾ. വലത്തി അസ്ബഹത്ത് ഫീമാ ബഅദ് ജുസ്അൻ മിന തുറാസിൽ ബലാഗി, ഇത്തരം പ്രസംഗങ്ങളാവട്ടെ പിന്നീട് സാഹിത്യ ഇനങ്ങളുടെ ഒരു പാർട്ടായി തീർന്നു ഈ പറയപ്പെട്ട ശൈലികളൊക്കെയും. അല്ലതി അസ്റ അൽ ലുഗൽ അറബിയ, അത് അറബി ഭാഷയ്ക്ക് വളരെ സമ്പന്നത നൽകിയിട്ടുള്ളവയാണ്. അങ്ങനത്തെ സാഹിത്യ പൈതൃകത്തിൻ്റെ ഭാഗമായിട്ട് പിന്നീട് ഈ സജ്ഇ, ഈജാസ്, തക്രാർ എന്നൊക്കെ തുടങ്ങിയിട്ടുള്ള ശൈലികൾ, അങ്ങനത്തെ ഭാഷാ ശൈലികൾ, അതേപോലെ സാഹിത്യ ശൈലികൾ പിന്നീട് അത് ഉണ്ടായിത്തീരുന്നതായിട്ട് കാണാൻ പറ്റും. തഹ്മിലു ഖുതുബത്തു ഖുസ് ബിൻ സായിദ അഹമ്മിയ ഖാസ്സ, ഇനി ഖുസ്സിൻ്റെ പ്രസംഗം അവ പ്രത്യേകമായ ചില സവിശേഷതകൾ അവ വഹിച്ചു കൊണ്ടുവരുന്നുണ്ട്. ലിഅന്നഹ, കാരണം അത് തുമസ്സിലു, അവ പ്രതിനിധീകരിക്കുന്നു, ഹൽഖ തവസ്സുലിൻ ബൈനൽ ജാഹിലിയ്യ വൽ ഇസ്ലാം, ഇസ്ലാമിൻ്റെയും ജാഹിലിയത്തിൻ്റെയും ഇടയിൽ ചേർക്കുന്ന ഒരു കണ്ണിയായിട്ട് അത് വർത്തിക്കുന്നുണ്ട്. യൽഹറു ഫീഹൽ വഇയ്യുർ റൂഹി, അതിൽ നമുക്ക് ഒരു ആത്മീയ ചൈതന്യം പ്രകടമായി കാണാം. വന്നുസൂഇ നഹ്വ തൗഹീദ്, അള്ളാഹുവിൻ്റെ ഏകത്വത്തിലേക്കുള്ള ഒരു ചായ്വ്, അതിലേക്കുള്ള ഒരു താല്പര്യം, ഇതൊക്കെ അതിൽ പ്രകടമായി കാണാം. വഹിയ ഖദായ, അത് ചില വിഷയങ്ങളാണ്. സതുസ്ബിഹു മർക്കസിയ ഫിൽ ഇസ്ലാമി ലാഹിഖൻ, പിന്നീട് ഇസ്ലാമിലേക്ക് അത് വരുമ്പോൾ അവ ശ്രദ്ധ കേന്ദ്രീകൃതമായിട്ടുള്ള കേന്ദ്ര വിഷയങ്ങളായിരുന്നു ഇത്തരം അൽ വഇയ്യുർ റൂഹി, ആത്മീയ മേഖല, അതേപോലെ തൗഹീദ്, ഇതൊക്കെ ഇസ്ലാമിക കാലഘട്ടത്തിൽ കേന്ദ്രീകൃത ആശയമാണ്. അതിലേക്കുള്ള ഒരു പാലം, അല്ലെങ്കിൽ അതിലേക്ക് ചേർക്കുന്ന ഒരു കണ്ണിയായിട്ടാണ് ഖുസ്സിൻ്റെ പ്രസംഗം നിലനിൽക്കുന്നത്. ദിറാസത്തു ഹാദിഹിൽ ഖുതുബ, ഈ ഒരു പ്രസംഗത്തെ പറ്റി പഠിക്കുമ്പോൾ അത് തുസാഇദു, സഹായിക്കും, ഫി തതവ്വുരി അൽ ഫിക്രിൽ അറബി, അറേബ്യൻ ചിന്തയുടെ വളർച്ചയുടെ ആഴങ്ങൾ മനസ്സിലാക്കാൻ. എവിടേക്ക്? മിന തഖാലിദുൽ വസനിയ ഇലൽ ഖിയമി തൗഹീദിയ, ആ വളർച്ച എന്ത് വളർച്ചയാണ്? അവരുടെ തഖാലിദുൽ വസനിയ, ബിംബാരാധന സമ്പ്രദായത്തിൽ നിന്ന്, ഇലൽ ഖിയമി തൗഹീദിയ, ഏകത്വം എന്ന ധാർമ്മിക മൂല്യങ്ങളിലേക്കുള്ള അവരുടെ മാറ്റം, ആ വളർച്ച ഈ പ്രസംഗം പഠിക്കുമ്പോൾ നമുക്ക് ബോധ്യപ്പെടും.
وتبرز الخطر الزمني للتغيرات الفكرية والاجتماعية. അതോടൊപ്പം തന്നെ സാമൂഹിക ചിന്താ മാറ്റങ്ങളുടെ ആ ഒരു രേഖ നമുക്ക് ബോധ്യപ്പെടും. അല്ല ഖത്തുസ്സമനി, ആ ഒരു കാലഘട്ടത്തിൻ്റെ ആ ഒരു രേഖ വ്യക്തമാക്കുന്നതാണ്. അല്ലത്തി മഹദത്തിൽ ദുഹൂറിൽ ഇസ്ലാം ഫിൽ മുജ്തമഇൽ അറബി, അറബി സമൂഹത്തിലേക്ക് ഇസ്ലാമിൻ്റെ ആവിർഭാവത്തിന് സൗകര്യമൊരുക്കിയ ആ ഒരു നേർരേഖ അവിടെ നമുക്ക് ബോധ്യപ്പെടുത്തുന്നതാണ് ഈ ഖുതുബ. ഇനി ആരാണ് ഖുസ് ബിൻ സഈദ് അൽ ഇയാദി? ഖുസ് ബിൻ സഈദ ഇബ്നു അദി അഹദു അഅലാമി ഖബീലത്തി ഇയാദ്, ഇയാദ് ഗോത്രങ്ങളിലെ മഹാരഥന്മാരിലെ ഒരാളാണ്. അഅലാം എന്ന് പറഞ്ഞാൽ മഹാന്മാർ, മഹാരഥന്മാർ. ഇഷ്തഹറ ബി സുഹുദിൻ ബാലിഗിൻ, അങ്ങേയറ്റത്തെ സുഹുദ് കൊണ്ട് അദ്ദേഹം പ്രസിദ്ധനായി. സുഹുദ് വിരക്തി, ഫിൽ ഹയാത്തി ദുനിയ, ദുനിയാവിലെ ജീവിതത്തിലെ, വബ്തിആദിഹി അൻ സഖാരിഫിഹ, ഈ ദുനിയാവിൻ്റെ അതിൻ്റെ അലങ്കാരത്തിൽ നിന്ന് അകന്നു നിൽക്കുകയും ചെയ്തു. ഇബ്തിആദ് അകല, സഖാരിഫ്, സുഹ്റുഫ് സഖാരിഫ് എന്നാൽ മോഡി, അലങ്കാരം. അപ്പോൾ ഈ ദുന്യവി ജീവിതത്തിൻ്റെ അലങ്കാരത്തിൽ നിന്ന് അകലെ നിൽക്കുന്ന, ദുന്യാവിൻ്റെ ജീവിതത്തോട് വിരക്തി കാണിക്കുന്ന കാര്യത്തിൽ പ്രസിദ്ധി ആർജിച്ച വ്യക്തിയാണ് ഖുസ് ബിൻ സഈദ. വഹുവ അസ്സുഹുദുല്ലദി തഅമ്മഖ ഫീ നഫ്സിഹി ബഅദ അൻ ദഫന ബിയദിഹി അഖവൈഹി അല്ലദൈനി തുവഫിയ ഖബ്ലഹു. ആ സുഹുദ് എങ്ങനെയാണ് വന്നെന്ന് പറയാണ്. വഹുവ സുഹുദ്, അതൊരു വിരക്തി തന്നെയാണ്. അല്ലദി തഅമ്മഖ ഫീ നഫ്സിഹി, അദ്ദേഹത്തിൻ്റെ മനസ്സിലാണ്ടുപോയിട്ടുള്ള. എപ്പോൾ? ബഅദ അൻ ദഫന ബിയദൈഹി, തൻ്റെ ഇരു കരങ്ങളെ കൊണ്ട് അദ്ദേഹം മറമാടിയ ശേഷം, അഖവൈഹി, തൻ്റെ രണ്ട് സഹോദരന്മാർ, അല്ലദൈനി, അവർ രണ്ടുപേരും, തൂഫിയ ഖബ്ലഹു, തനിക്ക് മുമ്പ് മരണപ്പെട്ടു പോയ, വഫാത്തായി പോയ ആ രണ്ട് സഹോദരന്മാരെ സ്വയം കൈകൊണ്ട് ഖബറടക്കിയപ്പോൾ, മറമാടിയപ്പോഴുണ്ടായിത്തീർന്ന ഹൃദയത്തിൽ ആണ്ടുപോയ ജീവിത വിരക്തി. തമയ്യസ ഖുസ് ബി ഖുവ്വത്തി ഖിതാബിഹി, തൻ്റെ പ്രസംഗത്തിലെ, തൻ്റെ അഭിസംബോധനയിലെ ശക്തി കൊണ്ട് അദ്ദേഹം വ്യതിരിക്തനാവുന്നുണ്ട്. അത് ഭയങ്കര ശക്തമായ ഭാഷയാണ് അദ്ദേഹം ഉപയോഗിച്ചത്. അതേപോലെ ഫസാഹത്തി കലിമാത്തിഹി, തൻ്റെ സംസാരത്തിൻ്റെ സാഹിത്യ വൈഭവം കൊണ്ടും, ഹത്താസ്വാറ, എത്രത്തോളം ഹത്താസ്വാറ അദ്ദേഹം ആയിത്തീർന്നു, മദ്റബൽ മസലി ഫിൽ ബലാഗ, സാഹിത്യത്തിൻ്റെ ഉദാഹരിക്കപ്പെടുന്ന വ്യക്തിയായി മാറി. ഹുസ്നുൽ ബയാനി, നല്ല വിവരണത്തിൻ്റെയും ഉദാഹരണമായിട്ട് പിന്നീട് ഖുസ് മാറുകയാണ്. യുഖാലു, പറയപ്പെടുന്നു, ഇന്നഹു കാന അവ്വലു മൻ ഇസ്തഖ്ദമ ഉസ്ലൂബ കിതാബത്തി റസാഇൽ ബിസ്സീഗ അൽ മഅറൂഫ മിൻ ഫുലാൻ ഇലാ ഫുലാൻ, ഒരാൾ ഇന്നയാളിൽ നിന്ന് ഇന്നയാളിലേക്ക് എന്ന് ആ ഒരു ശൈലിയുണ്ടല്ലോ, അതാണ് അസ്വീഗ അൽ മഅറൂഫ, അതറിയപ്പെട്ടൊരു ശൈലിയാണ്. എവിടെയാണത് ഉപയോഗിക്കുക? കത്ത് എഴുതുമ്പോൾ, ഫ്രം ടു എന്ന് പറഞ്ഞ സംഗതി. ആ കത്തെഴുത്തിൽ ഈ രൂപത്തിലുള്ള എഴുത്ത്, മിൻ ഫുലാൻ ഇലാ ഫുലാൻ എന്ന ഒരു ഉസ്ലൂബുൽ കിതാബ, അതാദ്യമായി ഉപയോഗിച്ച വ്യക്തി ഖുസ്സാണെന്ന് പറയപ്പെടുന്നു. കമാ കാന അവ്വലു മൻ അഖറ ബിഫിക്റത്തിൽ ബഅസ് വൽ ഹിസാബ് മിൻ ദൂനി അൻ യസ്തനിദ ഇലാ വഹ്യിൻ ഔ ഇൽമിൻ നാസിലിൻ, ആകാശലോകത്ത് നിന്ന് വന്നിട്ടുള്ള ഒരു അറിവോ അല്ലെങ്കിൽ ഒരു വഹിയോ അവലംബിക്കാതെ, അതില്ലാതെ വിചാരണയുണ്ട്, പുനരുദ്ധാനമുണ്ട് എന്ന ചിന്ത അവിടെ ആദ്യമായി ഉറപ്പിച്ച വ്യക്തിയും അദ്ദേഹമാണെന്ന് പറയപ്പെടുന്നു. ഒമിനൽ അഖ്വാലിലത്തി നുസിബത്ത് ഇലൈഹി, അദ്ദേഹത്തിലേക്ക് ചേർക്കപ്പെടുന്ന ചില വാക്കുകൾ, വലത്തി അസ്ബഹത്ത് ഖായിദത്തൻ ഖാനൂനിയ, പിന്നീട് അതൊരു നിയമവ്യവസ്ഥയായി തന്നെ, അതിന് നിയമത്തിൻ്റെ ഒരു ബേസായിട്ട് വരെ കണക്കാക്കപ്പെടുന്നവയാണ്. അങ്ങനത്തെ ചില വാക്കുകളും കാണാൻ പറ്റും. അൽ ബയ്യിന അലാ മൻ ഇദ്ദഅ വൽ യമീനു അലാ മൻ അൻകറ, അദ്ദേഹം പറഞ്ഞ വാചകമായിട്ടാണ് അത് പിന്നീട് ഒരു നിയമത്തിൻ്റെ അടിത്തറയായിട്ട് വരെ കണക്കാക്കപ്പെട്ടു. എന്താ ആ വാക്കിൻ്റെ അർത്ഥം? അൽ ബയ്യിന അലാ മൻ ഇദ്ദഅ, വാദിയാണ് തെളിവ് കൊണ്ടുവരേണ്ടത്. വൽ യമീനു അലാ മൻ അൻകറ, നിഷേധിക്കുന്നവൻ സത്യമാണ് ചെയ്യേണ്ടത്. അതിനുണ്ടായിട്ടില്ല എന്ന് പറയേണ്ടവൻ അവൻ സത്യം ചെയ്താൽ മതി. എന്നാൽ അതുണ്ടായി എന്ന് പറയുന്നവൻ ഉണ്ടായതിന് തെളിവ് ഹാജരാക്കണം. ഇത് പറഞ്ഞ വ്യക്തിയും ഇത് ആദ്യമായിട്ട് പറയുന്ന വ്യക്തിയും അത് ഖുസ്സാണ് എന്ന് ചരിത്രത്തിൽ ചേർത്തപ്പെട്ട് പറയപ്പെട്ടിട്ടുണ്ട്. ഉഅരിഫ ഖുസ്സുൻ ബിവഅദിഹിൽ മുഅസ്സർ, സ്വാധീനമുള്ള സതുപദേശങ്ങളെ കൊണ്ട് ഖുസ് അറിയപ്പെട്ടു. വഹിക്മത്തിഹിൽ ബാലിഗ, തത്വജ്ഞാനം നിറഞ്ഞ ചില സാഹിത്യം നിറഞ്ഞ ചില തത്വങ്ങളെ കൊണ്ടും യുക്തികളെ കൊണ്ടും വിജ്ഞാനങ്ങളെ കൊണ്ടും. വക്കാന യജൂബു ബൈനൽ ഖബാഇൽ, അദ്ദേഹം ഗോത്രങ്ങൾക്കിടയിൽ കറങ്ങി നടക്കാറുണ്ടായിരുന്നു. ജാബ യജൂബു, ചുറ്റിത്തിരിയ, ലിയുൻദിറന്നാസ്, ആളുകൾക്ക് താക്കീത് കൊടുക്കാൻ, വയുഹദ്ദിറുഹും, അവർക്ക് മുന്നറിയിപ്പ് കൊടുക്കാൻ, മിനൽ ഗഫ്ല, അവരുടെ ഈ അശ്രദ്ധമായ ജീവിതത്തിന്, മിമ്മ ജഅലഹു ശഖ്സിയ്യ മഹ്വരിയ്യ ഫി അസ്രിഹി, അതുകൊണ്ട് തന്നെ ആ കാലഘട്ടത്തിലെ ഒരു കേന്ദ്രീകൃത വ്യക്തിത്വമായി അദ്ദേഹം അറിയപ്പെട്ടു, എല്ലാവരും ശ്രദ്ധിക്കുന്ന ഒരു വ്യക്തിയായിട്ട്. വയുഖാലു, പറയപ്പെടുന്നു, ഇന്നഹു കാന മിനൽ മുഅമ്മരീൻ, ഒരുപാട് ആയുസ്സുണ്ടായ വ്യക്തിയാണ് അദ്ദേഹം എന്ന് പറയപ്പെടുന്നു. വഖദ ആസ്റ നബിയ്യു ഖബല അൽ ബിഅ്സ അന്നബവിയ്യ, പ്രവാചക തിരുമേനി പ്രവാചനായി നിയോഗിക്കപ്പെടുന്നതിന് മുമ്പ് വരെ ആ കാലത്തിൽ പ്രവാചകൻ ആ കാലത്ത് ജീവിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ പ്രവാചകന്റെ കാലത്ത് അദ്ദേഹം ജീവിച്ചിട്ടുണ്ട്. ലാക്കിൻ ലം യുക്തബ ലഹു ഇദ്രിക്കൽ ഇസ്ലാം, പക്ഷേ അദ്ദേഹത്തിന് ഇസ്ലാമിലേക്ക് വരാനുള്ള അല്ലെങ്കിൽ ഇസ്ലാം കടന്നു വരുന്നതുവരെ ജീവിക്കാനുള്ള ഒരു ഭാഗ്യം അദ്ദേഹത്തിന് ഉണ്ടായിട്ടില്ല. ഫീമ യുർവ അന്ന നബിയ്യു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉഖ്ബിറ അൻഹു ബഅദൽ ഇസ്ലാം, ഇസ്ലാമിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അദ്ദേഹത്തെക്കുറിച്ച് ഒരിക്കൽ അറിയപ്പെട്ടു. അങ്ങനെ ഒരു സംഗതി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ അദ്ദേഹത്തെ പറ്റി
പറയപ്പെട്ടു. ഫഅസ്ന അലൈഹി, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ പുകഴ്ത്തി പറഞ്ഞു. അപ്പോൾ വഖീല പറയപ്പെടുന്നു, ഇന്നഹു ദക്കറ അന്നഹു സയുഹ്ശറു ഫി യൗമിൽ ഖിയാമത്തി ഉമ്മതൻ വാഹിദ, ഖിയാമത്ത് നാളിൽ അദ്ദേഹം ഒറ്റ സമൂഹമായിട്ട്, അദ്ദേഹം ഒറ്റയ്ക്ക് ഒരു സമൂഹമായിട്ട് ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുമെന്ന് പറഞ്ഞതായിട്ട് പറയപ്പെടുന്നു. ഫി ഇഷാറത്തിൻ ഇല അല അലമത്തി മക്കാനത്തിഹി, അദ്ദേഹത്തിൻ്റെ ആ സ്ഥാനത്തിൻ്റെ മഹത്വത്തിലേക്ക് സൂചന കൊടുത്തുകൊണ്ട്. ഖുസ് ഇബ്നു സാഇദ ഹുവ നമൂദജൻ, അദ്ദേഹം ഒരു മോഡലാണ്, ഒരു സിമ്പിളാണ്. നമൂദജൻ ഫരീദൻ, ഒരു ഒറ്റപ്പെട്ട സംഭവം, അല്ലെങ്കിൽ ഒരു തുല്യതയില്ലാത്ത ഒരു മാതൃക. ലിശഖ്സിയ, ഒരു വ്യക്തിത്വത്തിൻ്റെ. ജമാഅത്ത് ബൈനൽ ഹിക്മ വൽ ഫസാഹ, എന്തിൻ്റെ ഏത് നിലക്കുള്ള വ്യക്തിത്വം? ജമാഅത്ത് ബൈനൽ ഹിക്മ വൽ ഫസാഹ, സാഹിത്യ വൈഭവത്തിൻ്റെ ഈ തത്വങ്ങളുടെയും ഇടയിൽ സംയോജിപ്പിച്ചുകൊണ്ടുള്ള അപൂർവം ഇനം ഒരു വ്യക്തിയാണ്. അതോടൊപ്പം ബൈന സുഹദി വദ്ദഅവ ഇല തഫക്കുരി, ചിന്തിക്കാൻ വേണ്ടി ക്ഷണിച്ചുകൊണ്ട്. എന്ത് ചിന്തിക്കാൻ? ഫി ഹഖായിഖിൽ ഹയാത്തി, ജീവിത യാഥാർത്ഥ്യങ്ങളിൽ, വൽ മആലി, പ്രതീക്ഷകളിൽ, അതിലൊക്കെ ചിന്തിക്കാൻ വേണ്ടി ക്ഷണിക്കുന്ന. അതോടൊപ്പം സുഹുദിനെ ഇടയിലും സംയോജിപ്പിച്ചിട്ടുള്ള ഒരു നമൂദജ് ഫരീദ്, ഒരു തുല്യതയില്ലാത്ത ഒരു മോഡലായിട്ട് നമുക്ക് അദ്ദേഹത്തെ പറയാം. നുസിബത്തില ഖുസ് ഇബ്നു സാഇദ് അൽ അദീദ് മിനൽ ഹികം അൽ ബലീഗ, സാഹിത്യം നിറഞ്ഞ ഒരുപാട് തത്വങ്ങൾ അദ്ദേഹത്തിലേക്ക് ചേർക്കപ്പെടുന്നുണ്ട്. അൽ അദീദു മിൻ, ധാരാളം. അല്ലതി തനമ്മു അൻ ഉംഖി ബസീറത്തിഹി, അതൊക്കെ അദ്ദേഹത്തിൻ്റെ ദീർഘവീക്ഷണത്തിൻ്റെ ആഴത്തെ പ്രതിഫലിപ്പിക്കുന്നതാണ്. ഹുസ്നി തദ്ബീരിഹി, അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ നിയന്ത്രിക്കാനുള്ള അദ്ദേഹത്തിൻ്റെ ആ ഒരു ഹുസ്ന്, അതിൻ്റെ നല്ല വശം, നല്ല രൂപത്തിൽ കാര്യങ്ങൾ നിയന്ത്രിക്കാനുള്ള അദ്ദേഹത്തിൻ്റെ കഴിവിലേക്ക് സൂചന കൊടുക്കുന്നതാണ്. വമിൻ അഷ്ഹുരിഹ, അതിൽ പ്രസിദ്ധമായതാണ് ഇദാ ഖാസംത ഫഅദിൽ വഇദാ ഖുൽത ഫസ്ദിഖ് വലാ തുഫ്ശി സിർറക ലിഅഹദിൻ ഫഇന്നക ഇൻ ഫഅൽത ഇശ്ത ഖലിഖൻ ദായിമ. ഇദാ ഖാസംത ഫഅദിൽ, നീ തർക്കിക്കുകയാണെങ്കിൽ നീതി കാണിക്കുക. ഖാസമ, തർക്കിക്കുക. വഇദാ ഖുൽത ഫസ്ദിഖ്, നീ പറയുകയാണെങ്കിൽ സത്യം മാത്രം പറയുക. വലാ തുഫ്ശി സിർറക ലിഅഹദിൻ, നിന്റെ രഹസ്യം നീ ആരുടെ മുമ്പിലും വെളിപ്പെടുത്തരുത്. ഫഇന്നക ഇൻ ഫഅൽത, അങ്ങനെ നീ ചെയ്താൽ ഇശ്ത, നിനക്ക് ജീവിക്കാം. ഖലിഖൻ ദായിമൻ, എപ്പോഴും അസ്വസ്ഥമായ ജീവിതം. അപ്പോൾ ഇങ്ങനെയുള്ള പല നിലക്കുള്ള സംസാരങ്ങൾ അദ്ദേഹത്തിൽ കാണാൻ പറ്റും. വൈദൻ ഖൗലുഹു, അതോടൊപ്പമുള്ള അദ്ദേഹത്തിൻ്റെ ഒരു സംസാരമാണ് മൻ അയ്യറക ബിശൈഇൻ ഫഫീഹി മിസ്ലഹ്, ആരെങ്കിലും നിന്നെ അപമാനിക്കുകയാണെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഫഫീഹി മിസ്ലഹു, അവനിലും ആ കാര്യം ഉണ്ടാവും. വമൻ ലലമക്ക, നിന്നോട് ആരെങ്കിലും അക്രമം കാണിച്ചാലോ സയജിദു മൻ യദ്ലിമുഹു, അവനോട് അതേപോലെ അക്രമം ചെയ്യുന്ന ആളെ അവനും ഭാവിയിൽ കാണേണ്ടി വരും. വഇദാ നഹൈത അൻ അംരിൻ, നീ എന്തെങ്കിലും കാര്യം പാടില്ല എന്ന് പറഞ്ഞ ഒരാളെ വിലക്കിയാൽ ഫബ്ദഅ ബിനഫ്സിക, നിൻ്റെ ജീവിതത്തിലും അത് നീ ഒഴിവാക്കണം. അങ്ങനെ നിന്നിൽ നീ അത് തുടങ്ങണം. വലാ തസ്തശിർ മഷ്ഗൂലൻ, നീ തിരക്കുള്ളവനുമായിട്ട് കൂടിയാലോചിക്കരുത്. ഇൻകാന ഹക്കീമൻ, അവൻ എത്ര വലിയ തത്വജ്ഞാനിയാണെങ്കിലും. വലാ ജാഇഅൻ, അതേപോലെ വിശക്കുന്നവനുമായിട്ടും. ഇൻകാന ആഖിലൻ, അവൻ എത്ര വലിയ ബുദ്ധിയുള്ളവനാണെങ്കിലും. വലാ ഖായിഫൻ, ഭയമുള്ളവനോടായിട്ടും. ഇൻകാന മുഖ്ലിസൻ, അവൻ എത്ര ആത്മാർത്ഥമുള്ളവനാണെങ്കിലും. അപ്പോൾ അതൊക്കെ അദ്ദേഹത്തിൻ്റെ സുന്ദരമായ ചില ഹിക്മത്തിൻ്റെ വാചകങ്ങളുടെ ഉദാഹരണമായിട്ട് പറയപ്പെടുകയാണ്. കാന ഖുസ് ഇബ്നു സാഇദ അഅലമ ഖുതബാഇൽ അറബി ഖാതിബ, അറബികൾ ഒന്നടങ്കം, ഖാതിബ മുഴുവനായിട്ടും അവരൊന്നടങ്കം ഖതീബുമാരുടെ കൂട്ടത്തിൽ തന്നെ ഏറ്റവും മഹത്വമുള്ള ആളായിട്ടാണ് ഖുസ് ഉണ്ടായിരുന്നത്. മുതമയ്യിസൻ ഫി സമാനിഹി, അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ അദ്ദേഹം വ്യതിരിക്തനായിരുന്നു. ബിജംഇഹി, അദ്ദേഹം സമാഹരിച്ചു, സംയോജിപ്പിച്ചു എന്നുള്ളത് കൊണ്ട്. ബൈന ഫന്നിയിൽ ഖിതാബ വശിഅർ, ഈ പറയുന്ന രണ്ട് ബൈന ഫന്നൈ അൽ ഖിതാബ വശിഅർ, പ്രസംഗകല, കവിത എന്ന രണ്ട് കലകൾക്കിടയിൽ. വഹിയ മീസ നാദിറ ബൈനൽ അറബ്, അറബികൾക്കിടയിൽ വ്യതിരിക്തമായി കാണുന്ന സവിശേഷതയാണ് പ്രസംഗകലയും കവിതയും ഒരുപോലെ യോജിപ്പിച്ച് കൊണ്ടുപോകുക എന്നുള്ളത്. അത് രണ്ടിനെയും സംയോജിപ്പിച്ച് കൊണ്ടുപോകുന്ന ആ കാലഘട്ടത്തിലെ വ്യതിരിക്തനായ വ്യക്തിയാണ് അദ്ദേഹം. ഫഖദ് കാനൽ ഖുതബാഉ കസീരീൻ, അന്ന് ധാരാളം ഖതീബുമാരുണ്ട്. വശുഅറാഉ അക്സർ, കവികളാവട്ടെ അതിലധികമുണ്ട്. ലാക്കിൻ മൻ ജമഅ ബൈനൽ ഫസാഹത്തി ശിഅറൻ വനസറൻ കാന ഖലീല, എന്നാൽ ഈ പറയുന്ന രൂപത്തിൽ ഗദ്യം പദ്യം രണ്ടിനിടയിലും സാഹിത്യ രൂപത്തിൽ സംയോജിപ്പിച്ചവർ വളരെ കുറവായിരുന്നു. ലിഹാദ്, അതുകൊണ്ട് സ്വാറ ഖുസ് മദ്റബ മസലിൻ ഫിൽ ബലാഗ, സാഹിത്യത്തിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമായിട്ട് ഖുസ് മാറി. വഇദാ അറാദൽ അറബു അൻ യസ്ഫു ശഖ്സൻ ബികൗനിഹി ഖതീബൻ ഔ ശാഇറൻ ബാരിഅൻ ഖാലു, അതുകൊണ്ട് തന്നെ അവർ ഒരു വ്യക്തിയെ അറബികൾ വിശേഷിപ്പിക്കാൻ ഉദ്ദേശിച്ചാൽ, എങ്ങനെ അവൻ ഖതീബാണ് എന്ന് വിശേഷിപ്പിക്കാൻ ഉദ്ദേശിച്ചാൽ, അല്ലെങ്കിൽ ഷാഇറാണ് എന്ന് ഉദ്ദേശിച്ചാൽ, എങ്ങനത്തെ ബാരിഅൻ, കഴിവുള്ള ഒരു കവിയാണ്, ഖതീബാണെന്ന് വിശേഷിപ്പിക്കാൻ, ഒരാളെക്കുറിച്ച് വിശേഷിപ്പിക്കാൻ ഉദ്ദേശിച്ചാൽ അവർ പറയുമായിരുന്നു അബ്ലഗു മിൻ ഖുസ്, ഖുസിനേക്കാളും സാഹിത്യമുള്ളവൻ എന്ന് പറയുമായിരുന്നു. ആ പേരാണ് അവർ എന്ത് ചെയ്യുക, അവർ എടുത്ത് ഉദ്ധരിക്കുക. ആ നിലക്ക് ഒരു ഉദാഹരിച്ചു പറയുന്ന വ്യക്തിയായിട്ട് അദ്ദേഹം മാറി.
ലഖദ് ജസദ ഖുസ്സു ഫി ഹയാത്തിഹി വ മവാഖിഫിഹി ഖിമ്മത്തൽ ബലാഗത്തി വൽ ഹിക്മ. അദ്ദേഹം തത്വജ്ഞാനത്തിൻ്റെയും സാഹിത്യത്തിൻ്റെയും സന്ദർഭങ്ങളെ തൻ്റെ ജീവിതത്തിൽ അവർക്ക് രൂപം നൽകിയ വ്യക്തിയാണ്. വഹാദ ജഅലഹു റംസൻ അദബിയ്യൻ ഖാലിദൻ. ഇതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം നിലനിൽക്കുന്ന ഒരു സാഹിത്യ പ്രതീകമായിട്ട് അദ്ദേഹം മാറിയത്. ഫിത്തുറാസിൽ അറബി, അറേബ്യൻ സംസ്കാരത്തിൽ, പൈതൃകത്തിൽ. അടുത്തത് ഖുതുബത്തു ഖുസ് ബിൻ സഈദ അൽ മഷ്ഹൂറ, പ്രസിദ്ധമായ ഖുസിൻ്റെ പ്രസംഗമാണ്. അദ്ദേഹം പറയാണ്, യാ അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ, ഇസ്മഉ വഉ, നിങ്ങൾ കേൾക്കുക, ശ്രദ്ധിക്കുക. ഇസ്മഉ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുന്ന അർത്ഥത്തിലാണ്. മൻ ആശ മാത വമൻ മാത ഫാത, ആര് ജീവിച്ചുവോ അവൻ മരിക്കും, ആര് മരിച്ചുവോ അവനെല്ലാം നഷ്ടപ്പെടും. പിന്നെ അവിടെ ഈ ദുനിയാവിലൊന്നുമില്ല. വകുല്ലു മാ ഹുവ ആതിൻ ആതിൻ, വരാനുള്ളതെല്ലാം വരിക തന്നെ ചെയ്യും, വരാനുള്ളത് വഴി തങ്ങൂല. ഇത്രയും പറഞ്ഞിട്ട് അദ്ദേഹം പിന്നെ അവർക്ക് പരിചയമുള്ള പ്രകൃതിയിലെ പല സംഗതികളെ മുൻനിർത്തിയിട്ട് ചില കാര്യങ്ങൾ പറയാണ്. ലൈലൻ ദാജ്, നല്ല ഇരുട്ടുള്ള രാത്രി. വനഹാറുൻ സാജ്, ശാന്തമായ പകൽ. വസമാ ഉൻ ദാറ്റു അബറാജ്, രാശിമണ്ഡലങ്ങളുള്ള ആകാശം. അബറാജ്, ബുർജ് അബറാജ്, നക്ഷത്രങ്ങൾ, രാശികൾ. വനുജൂമുൻ തസ്ഹറു, പ്രക്ഷോഭിതമായ നക്ഷത്രങ്ങൾ. വബിഹാറുൻ തസ്ഹറു, അലയടിക്കുന്ന ബിഹാർ, ബഹറുകൾ, കടലുകൾ. വജിബാലുൻ മിർസാത്ത്, നല്ല ഉറച്ച പർവ്വതങ്ങൾ. വഅർദുൻ മുദ്ഹാത്ത്, പരന്നു കിടക്കുന്ന ഭൂമി. അൻഹാറുൻ മിജ്റാത്ത്, ഒഴുകിക്കൊണ്ടിരിക്കുന്ന പുഴകൾ. ഇതൊക്കെ മുന്നിൽ വെച്ച് പറയാണ്. ഇന്ന ഫിസ്സമാഇല ഖബറ, തീർച്ചയായും ആകാശത്തിൽ ചില വാർത്തകളുണ്ട്, ചില വിവരങ്ങളുണ്ട്. വ ഇന്ന ഫിൽ അർദി ലഇബറ, ഭൂമിയിലേക്ക് നോക്കൂ, ഭൂമിയിൽ ചില ദൃഷ്ടാന്തങ്ങളുണ്ട്. ഇബറത്ത്, ഇബർ ഗുണപാഠങ്ങൾ, ഇബറത്തിൻ്റെ ജംആണ് ഇബർ. മാബാലുന്നാസ്, ഇത്രയും കാര്യങ്ങൾ മുൻനിർത്തി, ഈ കാണുന്ന പ്രപഞ്ചത്തിലെ സംഗതികൾ, അവർക്ക് പരിചയമുള്ള സംഗതികളെ മുൻനിർത്തി അദ്ദേഹം ചോദിക്കുകയാണ്, മാബാലുന്നാസ്, എന്താണ് ജനങ്ങളുടെ അവസ്ഥ? യദ്ഹബൂന വലാ യർജിഊൻ, അവർക്ക് പോകുന്നുണ്ട്, മരിച്ചു പോകുന്നുണ്ട്, അവർ തിരിച്ചു വരുന്നില്ല. അറദു ഫഅഖാമു, എന്താ അവർ തിരിച്ചു വരാത്തത്? അവർ പോയിടത്ത് പോയി അറദു, അവർ തൃപ്തരാണോ? അറദൗ, അവർ തൃപ്തരാണോ? ഫഅഖാമു, എന്നിട്ട് അവിടെ താമസിക്കുകയാണോ? അം തറകു ഫനാമു, അതോ എല്ലാം ഒഴിവാക്കി അവർ ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണോ? സുമയഖ്സിമു ഖുസ്സൻ ബില്ലാ, പിന്നീട് ഇതാ ഈ ഖുസ് അള്ളാഹുവിനെ വിളിച്ച് സത്യം ചെയ്തുകൊണ്ടൊരു കാര്യം പറയുന്നു. ഖാസമൻ, ഒരു സത്യം. ലാ ഇസ്മ ഫീഹി, ഒരു നിലക്കും തെറ്റില്ലാത്ത സത്യസന്ധമായ സത്യം. ഫയഖൂൽ, അതാ ഖുസ് പറയാണ്, ഇന്ന ലില്ലാഹി ദീനൻ, അള്ളാഹ്ക്ക് ഒരു മതമുണ്ട്. ഹുവ അർദാലഹു, അതാണ് അള്ളാഹ്ക്ക് ഏറ്റവും തൃപ്തികരമായ മതം. വ അഫ്ദലു മിൻ ദീനിക്കും, നിങ്ങളെ മതത്തെക്കാളും ഏറ്റവും ശ്രേഷ്ഠമായ മതം. അല്ലദീ അൻതും അലൈഹി, നിങ്ങൾ ആചരിച്ചു കൊണ്ടിരിക്കുന്ന, നിങ്ങൾ നിലകൊള്ളുന്ന മതം ഉണ്ടല്ലോ, അതിനേക്കാളും ശ്രേഷ്ഠമായ. പക്ഷേ എന്താ പ്രശ്നം? ഇന്നക്കും ലതഅ്തൂന മിനൽ അംരി മുൻകിറ, നിങ്ങളിതാ മോശപ്പെട്ട തെറ്റുകൾ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു, തെറ്റുകളുമായി നിങ്ങൾ വരുന്നു, നിങ്ങൾ ചെല്ലുന്നു എന്ന് ഖുസ് പറയുകയാണ്. വസാദ ബഅദുഹും ഫി റിവായത്തി അന്നഹു ഖാൽ, ചില റിപ്പോർട്ടിൽ വേറെയും ചില കാര്യങ്ങൾ പറഞ്ഞതായിട്ട് കാണാൻ പറ്റും. അതിലിങ്ങനെയുണ്ട്, സാദ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. യാ മഅശറ ഇയാദ്, അല്ലയോ ഇയാദ് സമൂഹമേ, ഐനൽ ആബാഉ വൽ അജ്ദാദ്, എവിടെ പോയി നിങ്ങളുടെ പൂർവികർ, നിങ്ങളുടെ പൂർവ്വപിതാക്കൾ? വ ഐനൽ ഫറാഇനതു ഷിദാദ്, നല്ല ശക്തരായ കരുത്തരായ ഫറവമാർ ഇന്നെവിടെ? അലം യകൂനു അക്സറ മിൻകും മാല, അവരൊക്കെ നിങ്ങളെക്കാളും അധികം സമ്പാദ്യമുണ്ടായ ആളുകളല്ലായിരുന്നുവോ? വ അജ്വല ആജാല, അവർക്ക് ധാരാളം ആയുസ് അവർക്ക് ലഭിച്ചിരുന്നില്ല, നിങ്ങളെക്കാളും എത്രയോ കാലങ്ങൾ അവർ ജീവിച്ചു. എന്നിട്ട് എന്ത് സംഭവിച്ചു? മരണം എന്ന യാഥാർത്ഥ്യത്തിൻ്റെ മുമ്പിൽ, ജീവിതത്തിൻ്റെ അവസാനമുണ്ട് എന്ന സത്യത്തിൻ്റെ മുമ്പിൽ അവർക്ക് പിടിച്ചു നിൽക്കാൻ സാധിച്ചില്ല. പകരം ത്വഹനഹുമുദ്ദഹ്റു ബികൽകലിഹി, കാലം അതിൻ്റെ നെഞ്ചകത്തിട്ട് അവരെ പൊടിച്ചു കളഞ്ഞു. തഹന, പൊടിച്ചു. കെൽക്കൽ, നെഞ്ച്. കാലം അതിൻ്റെ നെഞ്ചിലിട്ട് അവരെ പൊടിച്ചു. മസ്സഖഹും ബിതതാവുലിഹി, കാലത്തിൻ്റെ നൈരന്തര്യത്തിൽ അവരെ പിച്ചു ചീന്തി. മസ്സഖ, പിച്ചു ചീന്തി. ഓക്കെ, ഇത്രയും ചില റിപ്പോർട്ടുകൾ, റിവായത്തുകൾ വന്നിട്ടുണ്ട്. വയുറുവ അന്ന ഖുസ്സൻ ഖാല ബഅദ ദാലിക്, ഇങ്ങനെയും റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഖുസ് പിന്നെയും ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. ഫിദ്ദാഹിബീന അവ്വലീന മിനൽ ഖുറൂനി ലനാ ബസായിർ, പൂർവികരായി കടന്നുപോയ തലമുറകൾ, അവരിൽ നമുക്ക് ചില ബസായിറുകളുണ്ട്, ചില ദൃഷ്ടാന്തങ്ങളുണ്ട്. ലമ്മ റഅയ്ത മവാരിദൻ ലിൽ ഹയാതി ലൈസ ലഹ മസാദിർ, നീ മരണത്തിൻ്റെ വഴി കാണുമ്പോൾ നിനക്ക് പിന്നെ ഒരു തിരിച്ചു വരവില്ല. മവാരിദനാൽ ത്വരീഖ ഉദ്ദേശം, മവാരിദലിൽ മൗത്ത്, മരണത്തിലേക്കുള്ള വഴി. മസാദിർ ഉദ്ദേശിന് ഒരു തിരിച്ചുള്ള ഒരു അവലംബ കേന്ദ്രം ഇല്ല, ഒരു മടക്കം പിന്നീടില്ല. വറഅയ്തു ഖൗമി നഹ്വഹാ തംദി അൽ അകാബിർ വൽ അസാഗിർ, ഞാൻ എൻ്റെ ജനതയെ കാണുന്നു, ആ മരണത്തിൻ്റെ നേരെ അതാ അവിടേക്ക് കടന്നു പോകുന്നുണ്ട് മുതിർന്നവരും ചെറിയവരും, അകാബിറും അസാഗിറും. ലാ യർജിഉൽ മാദി ഇലയ്യ വലാ മിനൽ ബാഖീന ഗാബിർ,
കഴിഞ്ഞു പോയതൊരിക്കലും എന്നിലേക്ക് മടങ്ങി വരില്ല. അതേപോലെ വലാമിനൽ ബാഖീന ഗാബിർ, ഇവിടെ നിലനിൽക്കുന്നവരിലേക്കും അവ മടങ്ങി വരില്ല. ഐഖൻതു അന്നി ലാ മഹാലത ഹൈസു സാറൽ ഖൗമു സായിർ, ഞാൻ സത്യം ചെയ്ത് ഉറച്ച് വിശ്വസിച്ചുകൊണ്ടൊരു കാര്യം പറയട്ടെ, ലാ മഹാലത, ഒരു സംശയമില്ല, ഹൈസു സാറൽ ഖൗമു സായിർ, ഈ ജനത ആയതൊക്കെ ആയിരിക്കുന്നു എന്ന കാര്യത്തിൽ, അതിൻ്റെ അപ്പുറം പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റങ്ങൾ ഉണ്ടാവില്ല എന്ന കാര്യത്തിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തതായിട്ടും പറയപ്പെടുന്നു. ഇനി നമ്മുടെ പുസ്തകത്തിൽ മആനിൽ മുഫ്രദാത്താണ്, ഇതിൻ്റെയൊക്കെ അർത്ഥങ്ങൾ കൊടുക്കുന്നുണ്ട്, ഇസ്മാഉ വഅഉമാ തഫാത്തൊക്കെ കൊടുക്കുന്നുണ്ട്. നമ്മൾ വായിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാകും ഇൻഷാ അള്ളാഹ്. അത് കഴിഞ്ഞിട്ട് ഇനി ഈ ഒരു ഖുതുബയുടെ ഷറഹാണ് പിന്നെ കൊടുക്കുന്നത്, ഷറഹുൽ ഖുതുബ, ഖുതുബയുടെ ഒരു വിശദീകരണമാണ്. ആ ഭാഗം നമുക്ക് ഇൻഷാ അള്ളാഹ് മറ്റൊരിക്കൽ സംസാരിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.